ആസിഫലിയുടെ ഒരു കൂട്ടുകെട്ടില്ലേ അത് നല്ല എഫക്ട് ചെയ്തിട്ടുണ്ട്. ദീപക് ദേവിന്റെ ബീജിയംസ് ഒക്കെ തെറിച്ച് നിൽക്കുന്നുണ്ട്. ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ആസിഫലി ബിജുവിന്റെ ഒരു കോമ്പിനേഷൻസ് ആണ്. ഒരു ത്രില്ലർ ഫിലിം ഇഷ്ടമുള്ള ജോണറുള്ള മസ്റ്റ് ആയിട്ട് കാണാൻ പറ്റിയ ത്രില്ലർ തിയേറ്റർ വാച്ച് മൂവി എന്നുള്ള നോ ഡൗട്ട്. സൂപ്പർ പടം, കൊള്ളാം. ഓവറോൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒട്ടും ലാഗില്ല പടം. ക്ലൈമാക്സിൽ നല്ല ട്വിസ്റ്റോടെ തന്നെ നിർത്തിയേക്കാം. എനിക്ക് തോന്നുന്നു ഈ നിയറസ്റ്റ് ടൈമിൽ ഇറങ്ങിയിരിക്കുന്ന വെച്ചാൽ ഏറ്റവും നല്ല നല്ല ഫിലിമാണ്. കൊള്ളാം. സൂപ്പർ. നല്ല ക്ലീൻ മൂവി, നല്ല രസമുണ്ടായിരുന്നു, നന്നായിട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റോറി ടെല്ലിംഗിലെ നല്ലൊരു ക്രൈം ത്രില്ലർ ആയിരുന്നു. നന്നായിട്ടുണ്ട്. നല്ല മൂവി, അടിപൊളി. നമ്മള് ഇങ്ങനെ ഭയങ്കര സസ്പെൻസാ. നമ്മൾ പ്രതീക്ഷിച്ച ആളല്ല അവസാനം ഫാമിലിയോ എനിക്കാണ് യൂത്തിനായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അവസാനം വരെ ഇങ്ങനെ ഒരു പിടിച്ചിരുത്തുന്ന ഒരു സിനിമയാണ്. അറിയില്ല, ചിലപ്പോ ഇങ്ങനെ ചെറുപ്പക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കൂടുതലും ഇഷ്ടപ്പെടും. ഭയങ്കര നല്ല സിനിമ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സൺഡേ ഹോളിഡേയിൽ ജിസൈറ്റിന്റെ കൂടെ അഭിനയിച്ചുകൊണ്ട് ഇത് ജിസൈറ്റിനെന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് പ്രോസസ് ആവുന്നില്ല. അത്ര ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ജോയ് ഫിലിമാണ്. ആൻഡ് ആസിഫ, ബിജായിട്ട് എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അനുഷ ചേച്ചി, മേയ ചേച്ചി എല്ലാവരും നന്നായിട്ടുണ്ട്. ഭയങ്കര എഡ്ജ് ഓഫ് ദി സീറ്റ് എക്സ്പീരിയൻസ് ആണ് തലവൻ തരുന്നത്. ഐ എം വെരി ഹാപ്പി. ഈ ടീം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം. ഭയങ്കര നന്നായിട്ട് ആസിഫ് ക്യാരക്ടർ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. ഒരു ഭയങ്കര ഹൈറ്റോ അങ്ങനെ ഒന്നും അല്ലാണ്ട് തന്നെ ഭയങ്കര നമുക്ക് കാണുന്ന പോലീസുകാരെ പോലെ തന്നെയാണ് എല്ലാവരും ഇതില് അഭിനയിച്ചിരിക്കുന്ന ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര അടിപൊളിയായിട്ട് ഈഗോ കറക്റ്റായിട്ട് വർക്ക് ആയിട്ടുണ്ടോ? എല്ലാം വർക്ക് ആയിട്ട് നല്ല സിനിമ. താങ്ക് യു. ഹ്യൂമർ വർക്ക്ഔട്ട് ആയത് കുഞ്ഞി നമ്മൾ പോലും വിചാരിക്കാത്ത കുറെ കുഞ്ഞു ഏരിയാസും ആളുകൾക്ക് കണക്ട് ആയെന്നുള്ളത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ, ഈ തിയേറ്റർ റെസ്പോൺസ് കണ്ടു കഴിഞ്ഞിട്ട് ഇത്രയും വലിയ റെസ്പോൺസ് കിട്ടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം അല്ലേ? എന്നാ പറയും, ഉറപ്പായിട്ടും വരും. ഞങ്ങൾ മനഃപൂർവ്വം എഴുതി കാണിച്ചില്ലെന്നേ ഉള്ളൂ. ലാസ്റ്റ് പ്രേക്ഷകരുടെ റെസ്പോൺസ് ഇതാണെങ്കിൽ ഉറപ്പായിട്ടും രാത്രിക്കും ശങ്കറും ഒരു വരവും വരും. നല്ല രീതിയിൽ വർപ്പിച്ചു. ഞങ്ങളുടെ സ്റ്റേഷനിലെ ജോജി സാർ ഉണ്ട് പറയുന്നത്. ബിജേട്ടൻ ഇങ്ങനെ എല്ലാ 15 മിനിറ്റ് കൂടുമ്പോഴും മെസ്സേജ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെ റെസ്പോണ്ട് ബിജേട്ടൻ ഒരു തമിഴ് സിനിമയായിട്ട് ചെന്നൈയിൽ ഷൂട്ടിലാണുള്ളത്. ഒരുപാട് സന്തോഷം. ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള സ്ക്രീൻ ഡെഫിനറ്റ്ലി മലയാളത്തെ അടുത്ത ഞാൻ കണ്ടു. അതിന്റെ എക്സൈറ്റ്മെന്റ് ആ ചോദ്യത്തിലുണ്ട്. സപ്പോർട്ട് ചെയ്യണം, ജയിപ്പിക്കണം. അപ്പൊ താങ്ക് യു സോ മച്ച്.